ഗുഡ് മോർണിംഗ് ആൾ. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 8ാമത്തെ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണിത്. ഇനി വരുന്ന എക്സാമിനെല്ലാം തന്നെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. അപ്പം നന്നായിട്ട് ഈ ചാപ്റ്റർ പഠിച്ച ശേഷം ഈ മോക്ക് ടെസ്റ്റൂടെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിവിഷൻ ആകുകയും ചെയ്യും. എല്ലാവരും നന്നായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടി. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? ഖുശ്വന്ത് സിംഗ്. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഖുശ്വന്ത് സിംഗ്. 1948 ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹത്തെക്കുറിച്ചും ജനങ്ങൾ അനുഭവിക്കുന്ന യാതനകളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന പുസ്തകം? ട്രെയിൻ ടു പാകിസ്ഥാൻ. ട്രെയിൻ ടു പാകിസ്ഥാനിലാണ് 1948 ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹത്തെയും ജനങ്ങൾ അനുഭവിച്ച യാതനകളെയും കുറിച്ച് പരാമർശിക്കുന്നത്. ട്രെയിൻ ടു പാകിസ്ഥാൻ എഴുതിയത് ഖുശ്വന്ത് സിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരുടെ പുനരധിവാസം മതപരവും ഭാഷാപരവും സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന നിയമങ്ങൾ എന്തെല്ലാമാണ്? 1948 ഇന്ത്യ വിഭജനം. ആ ഇന്ത്യ വിഭജനത്തോടു കൂടി പാകിസ്ഥാനിൽ നിന്ന് ധാരാളം പേർ ഇന്ത്യയിലേക്ക് കുടിയേറി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ ധാരാളമായിട്ടുള്ള പ്രശ്നങ്ങൾ, മതപരവും ഭാഷാപരവും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് എന്തെല്ലാം നിയമങ്ങൾ രൂപീകരിച്ചു? അതാണ് ക്വസ്റ്റ്യൻ. മുകളിൽ പറഞ്ഞവയെല്ലാം, അതായത് പൗരത്വ നിയമം 1955 പൗരത്വ നിയമം, 1949 വീണ്ടെടുക്കൽ പുനരധിവാസ നിയമം, പലായനം ചെയ്തവർക്ക് നഷ്ടപരിഹാരവും പുനരധിവാസവും നിയമം 1954. ഈ 3 നിയമങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് കരാറുകൾ എന്തെല്ലാം? നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് കരാറുകൾ എന്തെല്ലാം? മുകളിൽ പറഞ്ഞവയെല്ലാം. ഈ 3 കരാറുകളും നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ടതാണ്. തൽസ്ഥിതി കരാർ, പ്രവേശന കരാർ, സംയോജന കരാർ. തൽസ്ഥിതി കരാർ എന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങൾ അവരുടെ സ്ഥിതി തുടരാം എന്ന കരാറാണ് തൽസ്ഥിതി കരാർ. അതായത് പാകിസ്ഥാനിൽ അവർ ചേരുന്നതിന് തടയുന്നത്, ഇന്ത്യ യൂണിയനിൽ അവർ ചേരുന്നത് തടയുന്ന തരത്തിലുള്ള നാട്ടുരാജ്യമായി തന്നെ നിലനിൽക്കാം. അതാണ് തൽസ്ഥിതി കരാർ എന്ന് പറയുന്നത്. ഇനി പ്രവേശന കരാർ എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിനുള്ള കരാറാണ് ഈ പ്രവേശന കരാർ. ഇതിന് ആന്തരിക സ്വയം ഭരണം ഈ നാട്ടുരാജ്യങ്ങൾക്ക് ലഭിക്കും. ഇനി സംയോജന കരാറോ? സംയോജന കരാർ എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതാണ്. ഇവിടെ സ്വയം ഭരണ അവകാശം നാട്ടുരാജ്യങ്ങൾക്ക് ലഭിക്കില്ല. പൂർണ്ണമായിട്ട് ഇന്ത്യൻ യൂണിയനിൽ ചേരുന്ന കരാറാണ് സംയോജന കരാർ. ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ധാരാളം PSC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. 1950 ജനുവരി 25. 1950 ജനുവരി 25 ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നതെന്ന്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ മുതൽ 1952 ഫെബ്രുവരി വരെയാണ്. 1951 ഒക്ടോബർ മുതൽ 1952 ഫെബ്രുവരി വരെയാണ് ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യ തിരഞ്ഞെടുപ്പ് പരീക്ഷണം ഇന്ത്യൻ ജനത അങ്ങേയറ്റം പ്രശംസനീയമാം വിധം നിർവഹിച്ചുവെന്ന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടു. ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏത് പത്രത്തിൽ വന്ന തലക്കെട്ടാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന തലക്കെട്ട് ഏത് പത്രത്തിലാണ് വന്നത്? ഹിന്ദുസ്ഥാൻ ടൈംസ്. നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയിക്കുക. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുക. വോട്ട് ചെയ്യുന്നതിനുള്ള ആവശ്യകത നിരക്ഷരരായ ബഹുഭൂരിപക്ഷം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. വേണ്ടത്ര തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി പരിശീലിപ്പിക്കുക. സുതാര്യവും നിഷ്പക്ഷമായി നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക. ഇതെല്ലാം തന്നെ ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ നേരിട്ട പ്രശ്നങ്ങളാണ്. ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ നേരിട്ട പ്രശ്നങ്ങളാണ് ഇവ.
നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നത്, പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്, വോട്ട് ചെയ്യുന്നതിന്റെ ആവശ്യകത നിരക്ഷരരായ ബഹുഭൂരിപക്ഷം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്, വേണ്ടത്ര തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി പരിശീലിപ്പിക്കുന്നത്, സുതാര്യവും നിഷ്പക്ഷവുമായ നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നത്. ഇതെല്ലാം ഇന്ത്യ നേരിട്ട പ്രശ്നങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് ഭൂരിപക്ഷം ലഭിച്ച പാർട്ടി ഏതാണ്? ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് ഭൂരിപക്ഷം ലഭിച്ച പാർട്ടി ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലാണ് ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചത്. 1957, 62 തിരഞ്ഞെടുപ്പുകളിൽ അധികാരത്തിലെത്തിയ പാർട്ടി? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആദ്യ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. 1957 ഇലക്ഷൻ, 62 ഇലക്ഷൻ, ഇവയ്ക്കെല്ലാം അധികാരത്തിലെത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1977 അധികാരത്തിലെത്തിയ പാർട്ടി? 1977 അധികാരത്തിലെത്തിയ പാർട്ടി ഏതാണ്? ജനതാ പാർട്ടി. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ പാർട്ടിയാണ് 1977 ഇന്ത്യയിൽ അധികാരത്തിലെത്തിയത്. അടിയന്തരാവസ്ഥയ്ക്കൊക്കെ ശേഷം ജനതാ പാർട്ടിയാണ് അധികാരത്തിലെത്തിയത് എന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവിധ കക്ഷികൾ ചേർന്ന് ഐക്യമുന്നണി സർക്കാർ രൂപീകരിച്ച വർഷം? വിവിധ കക്ഷികൾ ചേർന്ന് ഐക്യമുന്നണി സർക്കാർ രൂപീകരിച്ച വർഷം? 1996. 1996 വിവിധ കക്ഷികൾ ചേർന്ന് ഐക്യമുന്നണി രൂപീകരിച്ചത്. ജനതാ പാർട്ടി 1977 അധികാരത്തിൽ വന്നു. 1996 ഐക്യമുന്നണി അധികാരത്തിൽ വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, BJPയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വന്ന വർഷം? BJPയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വന്നത് 1998-99 ഇലക്ഷനിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. PSC എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവയെല്ലാം. 1957, 62 ആദ്യത്തെ ഇലക്ഷൻ, ഇതിലെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 1977 ജനതാ പാർട്ടിയാണ് അധികാരത്തിൽ വന്നത്. 1996 ഐക്യമുന്നണിയാണ് അധികാരത്തിൽ വന്നത്. 1998-99 കാലഘട്ടത്തിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യമാണ് അധികാരത്തിൽ വന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ പുരോഗമന സഖ്യം അധികാരത്തിൽ വന്നത് എന്നാണ്? 2004-2009 ആണ്. 2004-2009 കാലഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ പുരോഗമന സഖ്യം അധികാരത്തിൽ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2014, 2019, 2024 തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി അധികാരത്തിലുള്ള പാർട്ടി? BJP. 2014, 2019, 2024 തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഏത് പാർട്ടിയാണ്? BJP ആണ്. 2004-2009 കാലഘട്ടത്തിലോ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ പുരോഗമന സഖ്യമാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ പുരോഗമന സഖ്യം 2004-2009 കാലഘട്ടത്തിൽ അധികാരത്തിൽ വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട വർഷം? 1975 ജൂൺ 25. 1975 ജൂൺ 25 ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാണ്? 1975 ജൂൺ 25. ഡേറ്റ് ഉൾപ്പെടെ നന്നായിട്ട് പഠിക്കുക. 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് കാരണമായ സംഭവങ്ങൾ താഴെ പറയുന്നവയിൽ ഏവയാണ്? 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? മുകളിൽ പറഞ്ഞവയെല്ലാം. 1970-കളിൽ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി, ഭക്ഷ്യക്ഷാമം, തൊഴിലില്ലായ്മ എന്നിവയാണ്. 1970-കളിൽ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി, ഭക്ഷ്യക്ഷാമം, തൊഴിലില്ലായ്മ. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള ബീഹാറിൽ നടന്ന പ്രക്ഷോഭം, ഗുജറാത്തിൽ
മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം തുടർന്ന് സംസ്ഥാന സർക്കാർ പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചു. ഇതെല്ലാം തന്നെ 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് കാരണമായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്ത ഹൈക്കോടതി. ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്ത ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതി. അലഹബാദ് ഹൈക്കോടതിയാണ് ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്തത്. ഇത് 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥയ്ക്ക് ഒരു കാരണമായി മാറിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അലഹബാദ് ഹൈക്കോടതി റദ്ദു ചെയ്തു. ഇത് സുപ്രീം കോടതി റദ്ദു ചെയ്യുകയും ചെയ്തു. ഏത് അനുച്ഛേദന അടിസ്ഥാനത്തിലാണ് ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചത്? ഏത് അനുച്ഛേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചത്? 352 പ്രകാരമുള്ള ദേശീയ അടിയന്തരാവസ്ഥയാണ് 1975 പ്രഖ്യാപിച്ചത്. ദേശീയ അടിയന്തരാവസ്ഥയെ തുടർന്ന് ഇന്ത്യയിൽ ഫെഡറൽ വ്യവസ്ഥ ഇല്ലാതായി. കേന്ദ്ര സർക്കാരിലേക്ക് അധികാരം കേന്ദ്രീകരിക്കപ്പെട്ടു. മൗലിക അവകാശങ്ങൾ മരവിപ്പിച്ചു. കോടതിയുടെ നീതിന്യായ പുനരവലോകന അധികാരം ഇല്ലാതായി. പാർട്ടി നേതാക്കളെ വിചാരണ കൂടാതെ ജയിലിലടച്ചു. ഇതെല്ലാം തന്നെ 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ മൂലം ഇന്ത്യയിൽ നേരിട്ട പ്രശ്നങ്ങളാണ്. പത്രങ്ങൾക്കും വാർത്തകൾക്കും സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1975 ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ പിൻവലിച്ച വർഷം? 1977. ഈ 1977 ജനതാ പാർട്ടിയും ഇന്ത്യയിൽ അധികാരത്തിലേറിയത്. കാക്ക കലേക്കർ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? 1953. ജനതാ ഗവൺമെന്റ് OBC വിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പിന്നോക്ക അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി 1979 രൂപീകരിച്ച രണ്ടാം പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷൻ? 1979 രൂപീകരിച്ച രണ്ടാം പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷൻ BP മണ്ടേലാണ്. BP മണ്ഡൽ കമ്മീഷനാണ് രണ്ടാം പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷൻ ആയത്. രണ്ടാം പിന്നോക്ക വിഭാഗ കമ്മീഷൻ 27% സംവരണം പിന്നോക്ക വിഭാഗക്കാർക്ക് നൽകാൻ നിർദ്ദേശിച്ചു. ഇത് നടപ്പിലാക്കിയ ഗവൺമെന്റ്? BP സിംഗിന്റെ ജനതാ മുന്നണിയാണ്. BP സിംഗിന്റെ ജനതാ മുന്നണിയാണ് രണ്ടാം പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയത്. BP മണ്ഡൽ ഏത് സംസ്ഥാനത്തിലെ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു? ബീഹാർ. ഇതോടുകൂടി ആദ്യത്തെ ഘട്ടത്തിലെ ക്വസ്റ്റ്യൻസ് അവസാനിച്ചു. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒന്നും തീർന്നിട്ടില്ല. അടുത്ത പാർട്ടിൽ അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.